തേങ്ങ വറുത്തരച്ച് കറിയിട്ട് സൂപ്പറാണ്. ഇത് മതി. രണ്ടെണ്ണം വെക്കണ മതിയല്ലോ. ഒന്നും കൂടെ എടുത്തോ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് വീണ്ടും ഞാനൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നേക്കുന്നത്. രാവിലെ തന്നെ എഴുന്നേറ്റ് വരുമ്പോൾ ഈ കിളികളുടെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ നല്ലൊരു റിഫ്രഷ്മെൻ്റാണ് കേട്ടോ തോന്നുക. പതിവ് പോലെ തന്നെ ഇതാ ബ്രഷും പേസ്റ്റൊക്കെ എടുത്തിട്ട് ബ്രഷ് ചെയ്യാനായിട്ടുള്ള ഒരുക്കത്തിലാണ്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ബ്രഷ് ചെയ്യുക എന്നുള്ളത് എനിക്ക് കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. അത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ, അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ നടന്ന് ഓരോ കാര്യങ്ങളൊക്കെ നോക്കി ഓരോ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് അങ്ങനെ ടൈം എടുത്തിട്ടാണ് ഞാൻ ബ്രഷ് ചെയ്യുക. ആ ടൈമിലാണെങ്കിൽ ഞാൻ ശ്രദ്ധിക്കാത്തതായിട്ട് ഒന്നും ഉണ്ടാവില്ല. എല്ലാ മരത്തിൻ്റെ താഴെ പോയിട്ട് വല്ല പൂ വന്നിട്ടുണ്ടോ കാ വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കലാണ് എൻ്റെ മെയിൻ പരിപാടി. ഇപ്പോൾ പിന്നെ അത്യാവശ്യം നടക്കേണ്ടത് കൂടെ ആയതുകൊണ്ട് ഈ ഒരു ടൈമിൽ കുറച്ച് നേരം നടക്കാൻ കിട്ടുന്നത് കുറച്ച് ആശ്വാസമാണ്. കാരണം ഇപ്പോൾ കുറച്ച് അങ്ങോട്ട് നടക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു കിതപ്പും ക്ഷീണമൊക്കെ തോന്നുന്നതുകൊണ്ട് അതിനായിട്ട് പ്രത്യേകിച്ച് വേറൊരു സമയം കിട്ടിയില്ലെങ്കിലും ഈ ടൈമിൽ കുറച്ചതങ്ങോട്ട് കോമ്പൻസേറ്റ് ആയി പോകും. എന്നാലും ഈ ഒരു സമയത്ത് നടക്കാറുണ്ടെന്ന് കരുതിയിട്ട് പിന്നീട് ഞാനങ്ങനെ മടിച്ച് നടക്കാതിരിക്കാറൊന്നുമില്ല. മാക്സിമം പറ്റുന്ന ടൈമിലൊക്കെ ഞാൻ നടക്കാൻ ശ്രമിക്കാറുണ്ട്. ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മെയിൻ പരിപാടി, ഞാൻ അങ്ങനെ ഒഴിവാക്കാത്തൊരു പരിപാടിയാണിത്, ഈ ഗാർഡൻ്റെ അടുത്ത് വന്ന് നോക്കുക എന്നുള്ളത്. എല്ലാ മനുഷ്യർക്കും കുറച്ച് ടൈം കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ഒരു സ്പേസിൽ ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവുമല്ലോ. ചിലവർക്ക് ബുക്സ് വായിക്കുന്നതായിരിക്കും, ചിലവർക്ക് TV കാണാനായിരിക്കും, ചിലവർക്ക് ഉറങ്ങാനായിരിക്കും. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് കേട്ടോ ഈ ഗാർഡനിങ് എന്നുള്ളത്. അതുകൊണ്ടാണ് മെയിനായിട്ട് എൻ്റെ ഷോർട്സ് എല്ലാം ഞാൻ ഗാർഡൻ റിലേറ്റഡ് വീഡിയോസായിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. ഏത് കളർ ഫ്ലവർ ആണെന്നൊക്കെ അറിയാതെ നമ്മൾ ഒരു ചെടി തന്നെ പല വെറൈറ്റീസ് ഉണ്ടാവുമല്ലോ, അതൊക്കെ കൊണ്ടുവന്ന് വെച്ച് അതിനകത്തൊരു പുതിയ പൂവൊക്കെ വിരിയുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ് കിട്ടുക. അത് അതിനെ ചുറ്റിപ്പറ്റി അതിനെ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ ആ ഒരു ഫീല് മനസ്സിലാവത്തുള്ളൂ. ചെടികളുടെ അപ്ഡേറ്റ് ഒക്കെ നോക്കി അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഇക്ക മീനും കൊണ്ട് വരുന്നത്. അങ്ങനെ ചെമ്മീനൊക്കെ വാങ്ങി വന്ന് ഞാനും അമ്മയും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ മാത്രമേ ഉള്ളൂ വീട്ടിൽ. അച്ഛൻ കാലത്ത് പോയിട്ടുണ്ട്, പിന്നെ ഏട്ടൻ ഇവിടെ ഇല്ലായിരുന്നു. ഏട്ടൻ എന്തായാലും ഉച്ചയ്ക്ക് ശേഷം വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞാൻ ഓർത്ത് എന്നാൽ ഓയിൽ അപ്ലൈ ചെയ്തേക്കാം, എന്നിട്ട് ഇനി കുറച്ച് പരിപാടീസ് കൂടെ ഉണ്ട്. അപ്പോൾ ആ സമയത്തിൻ്റെ ഉള്ളിൽ ഓയിലൊക്കെ ഒന്ന് സെറ്റ് ആവുമല്ലോ. പണ്ടൊക്കെ ഞാൻ വൺസ് ഇൻ എ വീക്കേ ഓയിൽ അപ്ലൈ ചെയ്യുള്ളായിരുന്നു. എന്നിട്ടോ ആ ഓയിൽ ഒരു മൈൽഡായിട്ടുള്ള ഷാമ്പു വെച്ചിട്ട് കഴുകി കളയുകയും ചെയ്യും. എന്നാൽ ഇപ്പോൾ ഞാൻ മിക്ക ദിവസവും ഓയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് എപ്പോഴും ഈ തലയിൽ എണ്ണ വയ്ക്കുക എന്നുള്ളത്. എന്നിട്ടാണെങ്കിലോ ഷാമ്പു ഇട്ടിട്ട് കഴുകി കളയുന്നുമില്ല. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അതൊക്കെയാണ് ആലോചിച്ചുകൊണ്ടിരുന്നിരുന്നത്. മറ്റേത് ഞാൻ ഓയിലിൻ്റെ ഒരു കണ്ടൻറ്റ് പോലും തലയിൽ അങ്ങനെ വെക്കാത്ത ഒരാളായിരുന്നു. പിന്നെ ഇപ്പോൾ നല്ല രീതിക്ക് ഹെയർ ഫോളും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഓയിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ. അങ്ങനെ എന്തായാലും ഓയിൽ അപ്ലൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി കുറച്ച് നേരം നടക്കാമെന്ന് കരുതിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് വെയിലുണ്ടെങ്കിലും ചൂട് ഇച്ചിരി കുറവുണ്ട്. വലിയ അങ്ങനെ തെറിച്ച് പൊള്ളുന്ന തരത്തിലുള്ള ഒരു വെയിലല്ല. പറമ്പിലോട്ട് അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതുങ്ങളൊക്കെ എവിടുന്നാണ് വരുന്നതെന്ന് ഒരു പിടുത്തവുമില്ല. നടന്നൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് അമ്മ പറയണത്, ആ ചെടി നീ കണ്ടായിരുന്നോ, അതെന്തോ കയറി ഒടിച്ചിട്ടുണ്ടെന്ന്. നോക്കിയപ്പോഴാണെങ്കിലോ എൻ്റെ പൂ വിരിയാത്ത പോപ്പിയായിരുന്നു. പക്ഷെ അതിനകത്ത് ഒത്തിരി മുട്ടുകളും ഒരു പൂവും ഉണ്ടായിരുന്നു. ഓൾറെഡി എൻ്റെ കയ്യിലുള്ള കളർ തന്നെയാണ്, പക്ഷേ ഫസ്റ്റ് ടൈമാണ് അതിൽ പൂവുണ്ടാവുന്നത്. കറക്റ്റ് ആ മുട്ടുള്ള പോർഷൻ തന്നെ എന്താണ്ടോ ഒടിച്ച് കളഞ്ഞിട്ടുണ്ട്. ഒന്നുകിൽ വല്ല പൂച്ചക്കുട്ടികളൊക്കെ ഓടിയ സമയത്തെങ്ങാണ്ടോ കയറിയിട്ടുണ്ട്, അല്ലാച്ചെങ്കിൽ വല്ല കുരങ്ങന്മാരാ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. കുരങ്ങന്മാരായിരിക്കും എന്ന് പറയാനൊരു കാരണമുണ്ട്, അത് ഞാൻ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്കെന്തായാലും അതങ്ങനെ ഒടിഞ്ഞു കിടക്കുന്നുണ്ടപ്പോൾ ഒരു വിഷമം തോന്നി. കാരണം
ആ പൂവുണ്ടായി വന്ന മുട്ടുകളൊക്കെ നിറയുള്ള കൊമ്പ് തന്നെ ഒടിച്ച് കളഞ്ഞിട്ടുണ്ട്. ഭാഗ്യത്തിന് വേറെ ചെടികൾക്കൊന്നും വലിയ ഡാമേജ് ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അതിനകത്തുനിന്ന് മാക്സിമം കട്ടിങ്സൊക്കെ ആ ഒരു ചട്ടിയിൽ തന്നെ വെച്ചിട്ട് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി നട്ടു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കരുതി എന്തായാലും ഒത്തിരി നാളായി ഓയിൽ മാത്രം തലയിൽ അപ്ലൈ ചെയ്യുന്നു. ഇപ്പം നല്ല ചൂടും ആയതുകൊണ്ട് നല്ല രീതിക്ക് തല വിയർക്കുന്നുമുണ്ട്. അപ്പോൾ ഉറപ്പായും തലയിൽ അഴുക്കുണ്ടാവും എന്നുള്ളത് 100% ഷുവറാണ്. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തു ഷാമ്പൂവിന് പകരം ഒന്ന് താളി തേച്ച് കുളിച്ചേക്കാമെന്ന്, ചെമ്പരത്തി താളി ഉണ്ടാക്കാമെന്ന് കരുതി. ഇത് ഒത്തിരി നാൾ മുന്നേ ഞങ്ങൾ തന്നെ വേലിപ്പടർപ്പിൽ വെച്ചതാണ്. കുഞ്ഞു കുഞ്ഞു കമ്പുകൾ കൊണ്ടുവന്ന് വെച്ചതാണ്. ഈ പറമ്പിൽ ചെമ്പരത്തിയേ ഉണ്ടായിരുന്നില്ല. അടുത്ത വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് വെച്ചതാണ്. ഇപ്പോൾ ഒത്തിരി വലുതായി, ഒത്തിരി പൂക്കളൊക്കെ ആയി. അപ്പോൾ പിന്നെ ഞാൻ ഓർത്ത് കുറച്ച് പൂവും അതിൻ്റെ ആ തളിരിലയും കുറച്ച് മുട്ടൊക്കെ ഇട്ടിട്ട് ചെമ്പരത്തി താളി ഉണ്ടാക്കിയിട്ട് തലയിൽ തേച്ച് കൊടുക്കാമെന്ന് കരുതി. ഈ ചെമ്പരത്തിയുടെ കൂടെ വേറെ എന്തൊക്കെയോ ഇലകളും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഈ ചെമ്പരത്തി അതിൻ്റെ തളിരിലയും മുട്ടും കാര്യങ്ങളും മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. നമുക്കിത് ഇത്രയും ചെമ്പരത്തിയും ഇലകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നല്ല രീതിക്ക് വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ ഞവിടി ഒരു ഇങ്ങനെ കൊഴുപ്പ് പോലെ ആക്കിയെടുക്കണം. ഞാൻ സാധാരണ ഇങ്ങനെ വെള്ളത്തിലിട്ട് ഇങ്ങനെ ഞവിടി അങ്ങനെ ഇതാക്കി എടുക്കാറാണ് പതിവ്. കല്ലേലിട്ടൊക്കെ ഉരതി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഈ പശ പോലുള്ള സംഭവം കിട്ടുമെന്നാണ് തോന്നുന്നത്. പക്ഷെ ഞാൻ കല്ലേലൊന്നും അങ്ങനെ ഇടാറില്ല. വെള്ളത്തിൽ തന്നെ കുറേ നേരം ഇങ്ങനെ ഞവിടി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു കൊഴുപ്പ് പോലത്തെ ഒരു സംഭവം കിട്ടും. അതാണല്ലോ അതിൻ്റെ താളി. പിന്നെ ഞാൻ മാക്സിമം അതങ്ങനെ ഫിൽറ്റർ ചെയ്തെടുക്കാറൊന്നുമില്ല. അങ്ങനെ തലയിൽ അപ്ലൈ ചെയ്തിട്ട് വെള്ളം കൊണ്ട് കഴുകി കളയാറാണ് പതിവ്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉണ്ട് ഇതാ മുറ്റത്തൊരാളിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ കുരങ്ങനായിരിക്കാം മേ ബി അത് തട്ടിയിട്ടേന്ന്. ഇതാ ഇടയ്ക്കിപ്പോൾ ഈ ഒരാളിവിടെ വിസിറ്റിന് വരുന്നുണ്ട്. ഇപ്പം നല്ല രീതിക്ക് ചക്കയും മാങ്ങയൊക്കെ പഴുത്ത് നിൽക്കുന്ന ഒരു കാലമാണല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും സാധാരണ ഇവർ ഫാമിലി സഹിതമാണ് വരാറ്. ഇപ്പോൾ ഈ ഒരാളെ മാത്രമേ കാണാറുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. പക്ഷേ ആൾക്കാരെ നല്ല പേടിയാണ്. ഞാനൊരു മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും എടുക്കാതെ എന്നെ കണ്ടപ്പോൾ ഓടിയതാണത്. ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിലേ പറഞ്ഞല്ലോ ഏട്ടൻ ഇന്ന് വരുന്നുണ്ടെന്ന്. അപ്പോൾ വരുന്ന വഴിക്ക് അവൻ കുറച്ച് കരിമീൻ കിട്ടിയപ്പോൾ അതും വാങ്ങിച്ചാണ് വന്നത്. ഞങ്ങളുടെ ഈ ഏരിയയിൽ അങ്ങനെ കായൽ മീൻ പൊതുവെ വളരെ കുറവാണ് കിട്ടാറ്. കരിമീനൊന്നും ഞാൻ വാങ്ങിച്ച ഓർമ്മ എനിക്കില്ല. അപ്പോൾ അത് കൊണ്ടുവന്നപ്പോൾ കുറച്ച് കറി വെച്ചു. ബാലൻസ് കുറച്ചെടുത്തിട്ട് അമ്മ ഇങ്ങനെ പൊള്ളിക്കാമെന്ന് പറഞ്ഞു. അമ്മയല്ല, ആക്ച്വലി ഞാനാണ് പൊള്ളിക്കാമെന്ന് പറഞ്ഞത്. അപ്പം അമ്മ അതിൻ്റെ അരപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് എന്നാൽ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കൃത്യം 4 എണ്ണ എടുത്തിട്ടുള്ളൂ. കൂടുതലായിട്ടൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ 4 എണ്ണ ഇങ്ങനെ എടുത്ത് വാഴയിലയിൽ പൊള്ളിക്കാമെന്ന് കരുതിയിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം കിടന്നു. ഉറങ്ങിയില്ല, കുറച്ച് നേരം റെസ്റ്റ് എടുത്തു, ചുമ്മാ കിടന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ഏട്ടനും കൂടെ ഞാവൽപ്പഴം പെറുക്കാനായിട്ട് വന്നു. നമ്മുടെ പറമ്പിൽ തന്നെയുള്ള ഞാവലാണ്, വേറെ പറമ്പിലേക്കൊന്നും പോയിട്ടല്ല കേട്ടോ പെറുക്കണത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. ഒന്നിടവിട്ടാണ് ഉണ്ടാവുക. ഇത്തവണ നല്ല രീതിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം കുറവായിരിക്കും. കഴിഞ്ഞ വർഷം വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ചവിട്ടുന്നത് ഞാവൽപ്പഴത്തിൻ്റെ മുകളിലാണ്. അത്രയ്ക്കധികം പൊഴിഞ്ഞു വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസിൽ ഒന്നാണ് ഈ ഞാവൽപ്പഴം എന്ന് പറയുന്നത്. ഇത് ഉപ്പ് കൂട്ടി കഴിക്കണം, അടാറ് ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. അങ്ങനെ ഞാനും ഏട്ടനും കൂടെ കുറച്ച് പെറുക്കി എടുത്തിട്ട് ഇനി ഇത് കഴിക്കാം. ഉച്ചയ്ക്ക് ശേഷം അങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ തോന്നിയതാണ്. അപ്പോൾ ഇത് കഴിക്കാമല്ലോ എന്ന് കരുതിയിട്ട് പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തവണ, അതായത് കഴിഞ്ഞ വർഷം തന്നെയാണെന്ന് തോന്നുന്നു, അധികം കിട്ടാത്തതുകൊണ്ട് ഞാൻ പുറത്ത് പോയ സമയത്ത് ഇങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനെനിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റാണ്, നല്ല മധുരമാണ്. ഉപ്പൊക്കെ ഇട്ട് കഴിക്കാൻ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ഞാവൽപ്പഴം പെറുക്കി കഴിഞ്ഞപ്പോഴേക്കും കയ്യിൻ്റെ അവസ്ഥ ഇതായിട്ടുണ്ട്, മൊത്തം അതിൻ്റെ കറയായിട്ടുണ്ട്. ഇത് ഡ്രസ്സിലൊക്കെ ആയിക്കഴിഞ്ഞാൽ കറയൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അപ്പോൾ ഏട്ടൻ അതിന് മുന്നേ അത് കൊണ്ടുപോയി കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചെന്ന് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് നല്ല അടിപൊളി പരുവാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴിച്ച് നോക്കണം. എൻ്റെ പൊന്നോ, കടയിലൊന്നും ഇത്രയും ടേസ്റ്റുള്ളൊരു സാധനം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മയ്ക്കൊന്നും വലിയ താല്പര്യമില്ല ഞാവൽപ്പഴത്തിനോട്. അതുകൊണ്ട് തന്നെ ഞാനും ഏട്ടനും കൂടെ ഇരുന്നിട്ട് ഒറ്റ ഇരിപ്പിൽ അത് മൊത്തം കഴിച്ച് തീർത്തിട്ടുണ്ട്. അങ്ങനെ ഞാനൊന്ന് നടക്കാലോ എന്ന് കരുതി പുറത്തിറങ്ങിയപ്പോഴാണ് നേരത്തെ കണ്ടത് ഞങ്ങളുടെ മുത്തശ്ശിപ്പുളിയാണ്. ഒത്തിരി വർഷം പഴക്കമുള്ള ഒരു പുളിമരമാണത്. ഇപ്പോൾ നല്ല രീതിക്ക് ഇലകൾ പൊഴിയുന്നുണ്ട്. ആ ഒരു കായ ഉണ്ടായിരുന്ന സീസണൊക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഇലകൾ പൊഴിയുന്ന സമയമായെന്നാണ് തോന്നുന്നത്. നല്ല രീതിക്ക് ഇലയൊക്കെ കൊഴിഞ്ഞ് നിൽക്കുന്നുണ്ട്. സൂര്യനാണെങ്കിൽ ഇതവിടെ അസ്തമിക്കാൻ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. ഈവനിങ്ങോട് അടുത്തിട്ടുണ്ട് സമയം. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഏട്ടൻ പോയിട്ടുണ്ട്. ഇന്നത്തെ ഡിന്നർ ഇതാണ് കഴിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ, ടാറ്റാ.